പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഹ്രസ്വ നാടകത്തിന്റെ ചില ദൃശ്യഭാഗങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. നാടകത്തിലൂടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗ രീതിയെയും കേന്ദ്ര പദ്ധതികളെയുമാണ് ആക്ഷേപിച്ചത്. ഹൈക്കോടതി അഭിഭാഷകർ, ജീവനക്കാർ എന്നിവരാണ് നാടകം അവതരിപ്പിച്ചത്. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ അത് കേട്ടാൽ മാത്രം മതി. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, കുടിവെള്ളത്തിന് ജലധാരാ മിഷൻ, കടലിരിക്കാൻ കക്കൂസ്, എല്ലാത്തിനും ഞാൻ വാറണ്ട് കൊടുക്കുന്നില്ലേ? രേഷ്മ ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. രേഷ്മ, നീതി നടപ്പിലാക്കേണ്ടവർ തന്നെയാണ് ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥയെ അടക്കം ചോദ്യം ചെയ്യുന്നതും ഒപ്പം രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിക്കുകയാണ് നാടകത്തിലൂടെ. രജനി, റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ ഹ്രസ്വ നാടകത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒപ്പം തന്നെ രാജ്യത്തെയും അപമാനിച്ചുകൊണ്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിലെ അഭിഭാഷകരും ജീവനക്കാരും AG ഓഫീസിലെ ജീവനക്കാരും ക്ലർക്കുമാരും അഭിനയിച്ച ഹ്രസ്വ നാടകത്തിലാണ് ഇത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗ രീതി, ഒപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾ, ഇവയൊക്കെ തന്നെ ആക്ഷേപകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷ ആഘോഷത്തെയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചില ഭാഗങ്ങളാണ് അല്പസമയം മുൻപ് പ്രേക്ഷകർ കണ്ടത്. ഒപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നതായിട്ടും പിന്നീട് താൻ പ്യാര പ്യാര എന്ന് പറയുമ്പോൾ പോരാ പോരാ എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ ജൽജീവൻ മിഷനെ ജലധാര മിഷനായിട്ടും കക്കൂസ് സംബന്ധമായിട്ടുള്ള പദ്ധതികൾ എന്നുള്ള രീതിയിലുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളും ഈ ഹ്രസ്വ നാടകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, പ്രധാനമന്ത്രിയുടെ സംസാര ശൈലിയും വളരെ വികലമായിട്ടാണ് ഈ ഹ്രസ്വ നാടകത്തിൽ അഭിഭാഷകരും ജീവനക്കാരും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ലീഗൽ സെല്ലും ഭാരതീയ അഭിഭാഷക പരിഷത്തും നിലവിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹ്രസ്വ നാടകം 1 മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ഹ്രസ്വ നാടകത്തിൽ 9 മിനിറ്റോളം പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹ്രസ്വ നാടകം കണ്ടവരിൽ മുതിർന്ന ജഡ്ജിമാരും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മുതിർന്ന ജഡ്ജിമാരുടെ മേൽനോട്ടത്തിലാണ് ഈ വിഷയമടക്കം തെരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഈ മേൽനോട്ട ചുമതല വഹിച്ച ജഡ്ജിമാരുടെ ഇടയിൽ നിന്ന് ഈ ഒരു സ്ക്രിപ്റ്റ് പരിശോധിക്കുന്നതിൽ വീഴ്ച ഉണ്ടായോ എന്ന കാര്യവും പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഹൈക്കോടതിയുടെ ജീവനക്കാരും ഒപ്പം തന്നെ ഹൈക്കോടതിയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ടുള്ള TS സുധീഷാണ് ഇതിന് സംഭാഷണം എഴുതിയത്. 1 നേഷൻ 1 വിഷൻ 1 ഇന്ത്യ എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടിയാണ് ഇത്തരത്തിലൊരു ഹ്രസ്വ നാടകം അവതരിപ്പിക്കപ്പെട്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഉടൻ അന്വേഷണവും നടപടിയും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ലീഗൽ സെല്ലും അഭിഭാഷക പരിഷത്തും പരാതി നൽകിയിട്ടുള്ളത്. അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കുമെന്നും അറിയുന്നുണ്ട്. രജനി. ശരി.